വെൽക്കം. തഹമനാണ്. ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ തന്നെയാണ് പറയുന്നത്. ഇൻട്രാവീനസ് ഇൻഫ്യൂഷനെ കുറിച്ചിട്ടാണ്, IV ഇൻഫ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇൻഫ്യൂഷൻ അല്ല, IV ബോളസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇൻഫ്യൂഷനെ കുറിച്ചിട്ട്. സോ IV ബോളസിൽ എന്തായിരുന്നു? ഒരു ചെറിയ വോളിയം ഓഫ് ഡ്രഗ് ഒറ്റയടിക്ക് ബ്ലഡിലേക്ക് കുത്തിവെക്കുന്നതായിരുന്നു ബോളസ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. ലാർജ് വോളിയം പാരൻട്രൽ പതിയെ മിക്കവാറും ഒരു നിശ്ചിത അളവിൽ തുടർച്ചയായി ബ്ലഡിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് IV ഇൻഫ്യൂഷൻ എന്ന് നമ്മൾ പറയാം. സോ അറ്റ് പെർട്ടിക്കുലർ റേറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ IV ഇൻഫ്യൂഷൻ. ഏതെങ്കിലും ഒരു മരുന്ന് പ്രത്യേക അളവിൽ ശരീരത്തിൽ കൂടുതൽ നേരം വേണ്ടി വന്നാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് IV ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്. സോ ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻഫ്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. റേറ്റ് ഓഫ് ഇൻഫ്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം, വേണമെങ്കിൽ കുറയ്ക്കാം, ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൺ ഇൻഡിവിജ്വൽ നീഡ്. ഒരു പേഷ്യന്റെ ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത് ഒറ്റയടിക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പീക്ക്, ഇങ്ങനെ ഒരു പീക്ക് ഉണ്ടാവുന്നു, ദെൻ ഒരു ട്രഫ് ഉണ്ടാവുന്നു. സോ ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. പ്രത്യേകിച്ച് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള മരുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി മൂന്നാമത്തത് കൂടെ ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ തുടങ്ങിയെല്ലാം ഒരുമിച്ച് ഇൻഫ്യൂഷനിലൂടെ പോകും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. സോ ലാർജ് വോളിയം പാരൻട്രലായിട്ടും ഉള്ളത് നമുക്ക് കൊടുക്കാം. സോ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ മാത്രമുള്ള മരുന്നുകൾ തുടർച്ചയായിട്ട് എഫക്ട് കിട്ടാനായിട്ട് നമുക്ക് ഇൻഫ്യൂഷൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. സോ ഇതെല്ലാമാണ് ഇൻഫ്യൂഷന്റെ ചില അഡ്വാൻറ്റേജസ്. സോ നമുക്കിതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ വൺ കമ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വൺ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എൻറ്റയർ ബോഡി ഈ കൺസിഡർഡ് ആസ് എ സിംഗിൾ കമ്പാർട്ട്മെന്റ്. ബ്ലഡ് ഉണ്ട്, അതർ ടിഷ്യൂസ് എല്ലാം ചേർത്തിട്ട്. ഹൈലി പെർഫ്യൂസ്, ലോ പെർഫ്യൂസ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഈക്വൽ ആണ്, എല്ലാം യൂണിഫോം ആണ് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വൺ കമ്പാർട്ട്മെന്റ് ആണ്. എലിമിനേഷൻ ഉണ്ടോ? രണ്ടാമത്തെ പോയിന്റ് എലിമിനേഷൻ ഉണ്ടോ? യെസ്, ദർ ഈസ് എലിമിനേഷൻ. സോ അപ്പോൾ അത് ഓപ്പൺ മോഡലായി. എലിമിനേഷൻ ഉള്ളപ്പോൾ ഓപ്പൺ മോഡലായി. ആൻഡ് എലിമിനേഷൻ ഈസ് ഓൾവേസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ബ്ലഡിലേക്ക് നേരിട്ട് നമ്മൾ കൊടുക്കുകയാണല്ലേ, ബ്ലഡിലേക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ അബ്സോർഷൻ ഉണ്ടോ? KA എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. സോ നോ അബ്സോർഷൻ ഈസ് ഇൻവോൾവ്. പക്ഷെ റേറ്റ് ഓഫ് ഇൻഫ്യൂഷൻ ഉണ്ട്, എന്നുള്ളതാണ്. സോ ഇതിനെ നമ്മൾ R0 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. R0 ഇൻഫ്യൂഷൻ റേറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനിത്തിങ്. ബോഡിയിൽ എന്തെങ്കിലും ആയിട്ട് ഡിപ്പെൻഡന്റ് ആണോ? അല്ല. പുറത്തുനിന്ന് മിക്കവാറും ഒരു നേഴ്സ് ആയിരിക്കും ഇത് കൊടുക്കുക അല്ലെ. നമ്മൾ പറയുന്ന ആ റേറ്റ് അനുസരിച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ റേറ്റിൽ അങ്ങ് പൊക്കോളും. സോ റേറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ R0 ഈസ് 0 ഓർഡർ ആണ്. സോ ഇത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇത് 0 ഓർഡർ ആണ്. സോ ഇൻഫ്യൂഷൻ റേറ്റ് R0 ഓൾവേസ് ഫോളോ 0 ഓർഡർ കൈനറ്റിക്സ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇനി ശരീരത്തിൽ ഒരു സമയത്ത് എത്ര മരുന്നുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ dx/dt റേറ്റ് ഇൻ, എത്ര അകത്തേക്ക് കയറുന്നു, മൈനസ് റേറ്റ് ഔട്ട്, എത്ര പുറത്തേക്ക് പോകുന്നു. എത്ര കയറുന്നു മൈനസ് എത്ര പുറത്തേക്ക് പോയി. ഇതിന്റെ ബാലൻസ് ആയിരിക്കും എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് ഉണ്ട് അല്ലെങ്കിൽ റേറ്റ് എത്ര ഉണ്ടെന്ന്. സോ റേറ്റ് അകത്തേക്ക് കയറുന്നത് ഈ 0 ഓർഡർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പുറത്തേക്ക് പോകുന്നത് ഫസ്റ്റ് ഓർഡർ ആണ് എങ്കിൽ സോ dx/dt ഇവിടെ നമ്മൾ പറഞ്ഞു R0 ആണ് റേറ്റ് എന്ന് പറഞ്ഞു. സോ മൈനസ് KE, മൈനസ് ആണ് വിട്ടിരിക്കുന്നത്, KEX എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, KE നമ്മൾ എങ്ങനെയാണ് എഴുതുക? ടോട്ടൽ എലിമിനേഷൻ. സോ KE എന്താണ്? എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. X ഇസ് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി, ശരീരത്തിൽ ഉള്ള ഡ്രഗിന്റെ എമൗണ്ട്. സോ ഇതിനെ നമ്മളൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് X ഡ്രഗ് പ്രസന്റ് ഇൻ അവർ ബോഡി ഇസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ KE ഇൻറ്റു 1 മൈനസ് KET ടൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദിസ് ദ ഇക്വേഷൻ. ഇനി നമുക്ക് അറിയാവുന്നത് ഈ X എന്ന് പറഞ്ഞ എന്താണ്? X ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു V, വോളിയം ആണ്. സോ ഇവിടെ നമ്മൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എഴുതി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് എഴുതാം. സോ X ഈസ് ഈക്വൽ ടു CVD ആണ് എങ്കിൽ നമുക്കിത് C എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ C ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ KE. സോ ഈ VD നമുക്ക് താഴത്തേക്ക് എഴുതാമല്ലോ, VD ഇൻറ്റു 1 മൈനസ് E K എലിമിനേഷൻ E ഇൻറ്റു ടൈം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാവുന്നത് KE ഇൻറ്റു VD എന്ന്. വാട്ട് ഈസ് ദിസ്? KE ഇൻറ്റു VD ഈസ് ക്ലിയറൻസ് ആണ് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കറിയാവുന്നത് C ഈസ് ഈക്വൽ ടു R0 ബൈ ക്ലിയറൻസ് അല്ല, ടോട്ടൽ ക്ലിയറൻസ് ഇൻറ്റു 1 മൈനസ് KET എന്ന് നമുക്ക് എഴുതാം. സോ മരുന്ന് ശരീരത്തിലേക്ക് ഇൻഫ്യൂഷനായിട്ട് ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ശരീരത്തിൽ മരുന്നിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ മരുന്നിന്റെ അളവ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതനുസരിച്ച്
ഇതനുസരിച്ച് ഒരു കാര്യം കൂടി സംഭവിക്കും. ഇതനുസരിച്ച് ശരീരത്തിൽ ഡ്രഗിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് എമൗണ്ട് ഓഫ് ഡ്രഗ് എക്സ്ക്രീറ്റഡും വർദ്ധിക്കും. കാരണം എന്തുകൊണ്ടാണ്? എലിമിനേഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ ഓർ എലിമിനേഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ മീൻസ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ആണ്. ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ശരീരത്തിൽ കൂടുമ്പോൾ എലിമിനേഷനും അതനുസരിച്ച് കൂടും. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ എമൗണ്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡ്രഗ് എലിമിനേറ്റഡ് ആകും എന്നുള്ളതാണ്. രണ്ടും തുല്യമാകുന്ന ഘട്ടമാണ് കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻഫ്യൂഷൻ റേറ്റ് എങ്കിൽ, ഇത് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ, ആൻഡ് ഇഫ് ദിസ് ഇസ് ടൈം ഓൺ ദ എക്സ് ആക്സിസ് ആണെങ്കിൽ ഇങ്ങനെ കൂടി 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 വരികയും അവസാനം കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് എത്തുകയും ചെയ്യും. ഇവിടെ വെച്ച് പെട്ടെന്ന് മരുന്ന് മരുന്ന് കൊടുക്കൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴത്തേക്ക് പോകുകയും ചെയ്യും. ഓക്കെ, സോ കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. റേറ്റ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എലിമിനേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി വിൽ ബി സെയിം അല്ലെ. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവിടെ വെച്ചിട്ട് എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി ഈസ് സെയിം ആണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ. നമ്മൾ CSS എന്നാണ് നമ്മൾ എഴുതുക. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇൻ ദ ബോഡി ഈസ് 0 CSS. സെയിം അറ്റ് CSS dx by dt ഈസ് ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്ക് പറയാമല്ലോ. സോ ഇത് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിലേക്ക് അപ്ലൈ ആണ്. dx by dt ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ dx by dt ഈസ് ഈക്വൽ ടു R0 മൈനസ് KEX എന്നാണ് നമ്മൾ എഴുതിയത്. സോ ഇതിനകത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ dx by dt ഈസ് ഈക്വൽ ടു 0 ആണ്. 0 ഈസ് ഈക്വൽ ടു R0 മൈനസ് KE into XSS because ഇത് at concentration steady state ആണ് എന്നുള്ളതാണ്. സോ XSS എന്താണ്? XSS is equal to concentration steady state into VD അല്ലെ. concentration into VD ആണ് എന്ന് നമുക്കറിയാം. സോ നമുക്ക് വീണ്ടും എഴുതാം. അപ്പോൾ ഈ 0 ഇങ്ങോട്ട് മാറ്റി R0 is equal to എന്ന് എഴുതിയാൽ R0 is equal to KE into CSS VD എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് CSS കണ്ടുപിടിച്ചാൽ CSS is equal to R0 divided by KE into VD എന്ന് നമുക്ക് എഴുതാം. KE into VD is clearance ആണ്. സോ R0 is equal to clearance എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു CSS into 1 minus elimination to KET എന്ന് എഴുതാം. സോ ഇതിനൊന്ന് ഇതും ഒന്ന് CSS വെച്ച് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് C ഈസ് ഈക്വൽ ടു CSS മൈനസ് CSS into E KET എന്ന് നമുക്ക് എഴുതാം. സോ ഇതിൽ നിന്ന് ഈ KET കണ്ടുപിടിച്ച് ഈ KET is equal to CSS minus C by CSS എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് KET ഡിവൈഡ് ബൈ 2.303 is equal to ഇവിടെ ലോഗ് കൊടുക്കുക log CSS minus C by CSS എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ IV ഇൻഫ്യൂഷന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഈ KET മൈനസ് എന്ന് പറയാം ബിക്കോസ് എലിമിനേഷൻ ആണ്. 2.303 log CSS minus C by CSS എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ IV ഇൻഫ്യൂഷൻ കൊടുക്കുന്നു, എന്നിട്ട് സാമ്പിൾ എടുക്കുന്നു, ബ്ലഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ നമ്മൾ ടൈം അനുസരിച്ച് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ഡ്രോ എ സെമി ലോഗ് പ്ലോട്ട് നമ്മളിങ്ങനെ വരച്ചാൽ y ആക്സിസിൽ എന്താ കൊടുക്കേണ്ടത്? ദാറ്റ് ഈസ് log CSS minus C divided by CSS ആണ് നമ്മൾ ഇവിടെ y ആക്സിസിൽ കൊടുക്കുക. x ആക്സിസിൽ നമ്മൾ ടൈം തന്നെയാണ്. സോ ടൈം ഓൺ ദ x ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. സോ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു ഓൺ എ സെമി ലോഗ് പ്ലോട്ട് പേപ്പർ. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് ഫൈൻഡ് സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ മൈനസ് KE by 2.3 ആണ് ഇസിക്കൽ ടു സ്ലോപ്പ് എന്ന് നമുക്ക് കിട്ടും. സോ സ്ലോപ്പ് ഈസിക്കൽ ടു മൈനസ് KE ആണെങ്കിൽ ഇൻറ്റു സ്ലോപ്പ് ഇൻറ്റു 2.303 ഈസിക്കൽ ടു KE എന്ന് നമുക്ക് കിട്ടുമല്ലോ. സോ KE കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് KE ഈസിക്കൽ ടു 0.693 ഡിവൈഡഡ് ബൈ T½ ആണ്. ഓക്കെ, അപ്പോൾ KE അറിയാമെങ്കിൽ നമുക്ക് T½ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് T½ നമുക്ക് കിട്ടും. ക്ലിയറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു CSS into VD ആണ്. സോ ഇപ്പോൾ നമ്മൾ ഒരു മരുന്ന് കൊടുത്തു, മരുന്നിൻ്റെ ഒരു കോൺസെൻട്രേഷൻ 90 അധികം നമുക്ക് 90% അബവ് സ്റ്റഡി സ്റ്റേറ്റ് CSS കിട്ടണമെങ്കിൽ നമുക്കൊരു 3.3 ഹാഫ് ലൈഫ് എങ്കിലും കഴിയണം. ഒരു മരുന്നിൻ്റെ 99% കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് കിട്ടാനായിട്ട് ഒരു 6.6 ഹാഫ് ലൈഫ് T½ എങ്കിലും ആയാൽ മാത്രമേ പറ്റൂ. സ്മോൾ ഹാഫ് ലൈഫ് ഉള്ള മരുന്നുകൾക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ലോങ് ഹാഫ് ലൈഫ് ഉള്ള മരുന്നുകൾക്ക് നമുക്ക് വേഗം CSS കിട്ടണമെങ്കിൽ, നമുക്ക് വേഗം ഒരു പ്ലാറ്റോ കിട്ടാനായിട്ട് നമ്മൾ സമയം
സമയം എടുക്കും. സോ സമയം ഇത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ലോഡിംഗ് ഡോസ് കൊടുക്കുക എന്നുള്ളത്. സോ വി ക്യാൻ ഗിവ് എ ലോഡിംഗ് ഡോസ്. നമുക്ക് ഡിസൈഡ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് എത്രയാണ് വേണ്ടതെന്ന് നമുക്കറിയാം. അതാണ് ഡിസൈഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, അത് കിട്ടാനായിട്ട് CSS കിട്ടാനായിട്ട് എത്ര കോൺസെൻട്രേഷൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CSS ഇൻറ്റു VD ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡിംഗ് ഡോസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ലോഡിംഗ് ഡോസ് D = CSS, നമുക്ക് വേണ്ട CSS ആണ്, ഇൻറ്റു VD ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ എന്താ കണ്ടുപിടിച്ചു? KE കണ്ടുപിടിച്ചപ്പോൾ T½ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് ക്ലിയറൻസ് കണ്ടുപിടിക്കാം, ദെൻ ലോഡിംഗ് ഡോസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.